പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ ഒരു നേക്കിൽ അവതരിപ്പിക്കണം. അല്ലെങ്കിൽ വേണ്ട, എനിക്ക് ആ നേക്കില്ല, ഞാൻ സംസാരിച്ചോളാം. എന്തായാലും വേണ്ട, സാധനം കിട്ടിയാൽ മതി. എന്താടാ കാണുന്നത്? സെറ്റപ്പാണ്, വീട്, വണ്ടി. പുരുഷോത്തമൻ നായർ. ആ പ്രജിത്ത് പറഞ്ഞില്ലായിരുന്നു? ആ പോലീസ്. ആ പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അത് ഊരാൻ കഴിയൂല. ഊരാൻ പറ്റൂലേ? അതെന്താ? ഇത് കണ്ട, ഇത് കണ്ട പ്രണയമുറിവുകൾ വേറെ ഉണ്ട്. മതി മതി. പ്രേത്ത് പറഞ്ഞ ടീംസാ, നിന്റെ വള കാണാൻ വേണ്ടി മാത്രം വന്നതാ. ചായ വേണ്ടല്ലോ അല്ലേ? വേണ്ട, ഈ വളയൊന്ന് കാണാനായിരുന്നു. ആ കാണിച്ചു കൊടുക്ക്. ഇത് അറബിയല്ലേ? അറബിയോ? ആ കാണിച്ചു. ഇത് അറബിയൊന്നല്ല. ഒന്ന് നോക്കട്ടെ. കാണിച്ചു. ഒരു ഡൗട്ടും വേണ്ടത് അറബിയാ. ഇത് അറബിയാ? ഇത് അറബിയാ? അത് അറബി തന്നെ, 100% അറബിയാ. എടോ, ഇത് സംസ്കൃതം. എന്റെ അമ്മമ്മ മരണക്കിടയ്ക്ക് വെച്ച് എനിക്ക് ഊരി തന്നതാ. അപ്പൊ എന്റെ വിദ്യാഭ്യാസത്തിന് ഒരു വിലയില്ലേ? നോക്കട്ടെ. കൈ കയറി പിടിക്കുന്നു. സോറി, സമ്മതമില്ലാതെ ആര് തൊട്ടാലും അവൾ പ്രതികരിക്കും. അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിപ്പോ ആരായാലും അങ്ങനെയല്ലേ പ്രതികരിക്കുള്ളൂ. പിന്നെ നമുക്ക് ആ വളയുടെ ഒരു ഫോട്ടോ കിട്ടുമോ? അതിന്റെ മോഡൽ ഉണ്ടാക്കാനായിരുന്നു. അതിപ്പോ ഇനി നമുക്ക് എടുക്കാം. അല്ല, എന്താ അറബീൻ്റെ അർത്ഥം? അർത്ഥമൊന്നും എനിക്കറിയില്ല. ചിലപ്പോ ആ വള ഊരാനുള്ള എന്തെങ്കിലും ആണെങ്കിലോ? നിങ്ങൾക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ നമ്മളെ ചങ്ങാൻ്റെ ഒരു ഉസ്താദുണ്ട്, പണ്ഡിതനാണ്, മൂപ്പർക്ക് അറിയാൻ പറ്റും. ഹാ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം മൂപ്പരെയും കൂട്ടിയിട്ട് വാ. അന്ന് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാം. എന്തേ? പിന്നെ അങ്ങനെ ആക്കാം. അല്ലേ? ശരി ശരി ശരി. ബാനു, ആ ലാശക്കപ്പി ഞാൻ കൈവന്നിട്ടാട്ടോ. ആ കൈ കൊണ്ടിന്റെ ഒന്നും കിട്ടിയില്ലേ? കേറിക്കോ. മുസ്തോ, ആ വളയിൽ എന്തോ ഒരു ഉടായ്പുണ്ട്. भाई अड्डी की मकुल साफ भी नहीं किया यार. പുരുഷണ്ണൻ ഇത് എവിടെ മറന്ന നമ്മളെയൊക്കെ? നോക്കട്ടെ. പുരുഷണ്ണ, ഇത് കണ്ടിട്ടൊരു ആന്റിക് ഐറ്റം പോലെ ഉണ്ടല്ലോ. നിങ്ങൾ നൈസ് വാക്കിന് പെണ്ണുമ്പിള്ളയുടെ നൂരി വാങ്ങിച്ചു പോയി, ബാക്കിയാ നോക്കട്ടെ. ബായി, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഊരാൻ നോക്കുന്നത്? ഈ വള നിന്റെ കയ്യിൽ കിടക്കേണ്ടതല്ല മോളെ. ഇമാതിരി ആന്റിക് പീസിനെല്ലാം ഭയങ്കര ഡിമാൻഡാണ്. നിങ്ങൾ ആ പോലീസ് പറയുന്ന കേട്ടാണോ ഇങ്ങനെ കിടന്ന് പഠിക്കുന്നത്? അയാൾ പറഞ്ഞ മുഴുവൻ നുണയാ. പോലീസുകാർ പറഞ്ഞത് മാത്രമാണോ നുണ? നിങ്ങളൊന്ന് മാറിയേ. മതി, ഞാൻ ചത്തിട്ട് ഓരിയാ മതി. ഇത് മോളെ, വേദനയില്ലാതെ വേറെ വഴിയുണ്ട്. ഹലോ. ആ പപ്പ പറയടാ. അണ്ണാ, ആ നിങ്ങൾ ഇത് എവിടെ ഇരിക്കണ്? അയച്ചു തന്ന സാധനം ഇല്ലയോ, അത് ഒറിജിനൽ ആവാൻ ഒരു ചാൻസ് ഉണ്ടേ.
നിങ്ങൾക്ക് വാട്സപ്പിൽ ഞാനൊരു ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. സമയം കളയാതെ വേഗം സാധനം ഊരിക്കൊണ്ട് അങ്ങോട്ട് വന്നോ. എടാ അതിന് ഈ പണ്ടാര ഊരാൻ പറ്റണ്ടേ? എന്തോന്ന് ഒരു വള ഊരാൻ പറ്റത്തില്ലെന്നോ? അണ്ണ എന്തു വേണ്ട ഈ പറയുന്നത്? അടിച്ചു കഴിഞ്ഞാൽ കയ്യിരുന്ന് കറങ്ങുന്ന കോടികളാ കോടികൾ. സമയം കളയാതെ വേഗം ഊരിക്കൊണ്ട് വാണ. ശരി. മൂന്ന് കോടി. 50 lakhs advance. யோசிச்சு முடிவெடுத்தா போதும். കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. 5 കോടി. ലൈക്ക് ഇറ്റ്. എന്താ 5 கோடி? இதுக்கு மட்டும்தானா இல்ல 3 ദിവസത്തിൽ സാധനം തരും. இது இப்படியே எனக்கு கிடைக்கணும், சிந்தாம செதறாம. புரியுதா? പറഞ്ഞ ടീം എത്തിയിട്ടുണ്ട് കേട്ടോ. നീ അമ്മ ഫോൺ കൊടുത്ത്. ആടാ, ഇനി എപ്പോഴും അവളുടെ മുകളിലൊരു കണ്ണുണ്ടാവണം. അവൾ എങ്ങോട്ടാ പോണേ, ആരെയാ കാണുന്നത്, എന്താ ചെയ്യുന്നത് എന്നെ അപ്പപ്പ അറിയിക്കണം. മനസ്സിലായോ? വാവരെത്തി. പുരുഷേട്ടാ, ഇനി എന്തൊക്കെ പറഞ്ഞാലും വല്ലവരുടെ മുമ്പിൽ കൈനീട്ട എന്നെ കിട്ടില്ല. ഈ വള എന്റെ അമ്മമ്മ തന്നതാ. നിന്റെ അമ്മൂമ്മ ഇത് നിന്റെ മറ്റവൻ വന്ന് പറയണായിരിക്കും. വാ. تقدير الذي إنجازات العظيمة ليعلم شهير عباس بن فرناس أول رائد فضائي من التعريف البشرية منها السلطان موفق بالله جائزة المحبة. എന്നുവച്ചാൽ ലോകത്താദ്യമായി ആകാശത്തിലൂടെ പറന്നു നടന്നതിന് അബ്ബാസ് ബിൻ ഫിർനാസ് എന്ന ഗവേഷകന് അന്നത്തെ സുൽത്താൻ നൽകിയ സ്നേഹ സമ്മാനം. ഇതാണ് ഇതിന്റെ സാരം. അബ്ബാസ് എന്ന് പറഞ്ഞാൽ അബു അൽ ഖാസിമി അബ്ബാസ് ബിനു ഫിർനാസ് ബിനു വിർദാസ് അൽ തക്രൂനി. മക്രൂണി? മക്രൂനി അല്ല മോനെ, അൽ തക്രൂനി. എന്ത്? അൽ തക്രൂനി. അൽ തക്രൂനി 9-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ ജീവിച്ചിരുന്ന ഒരു ഗവേഷകൻ. എ ജീനിയസ്. അപ്പൊ ഈ വളക്കൊരു 1000 വർഷത്തെ പഴക്കമുണ്ടാവും. ആയിരിക്കാം. അതിന്റെ പഴക്കവും
അതിൽ എഴുതി വെച്ചിരിക്കുന്നു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന അങ്ങനെയാ. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിന് മോഹവിലയാ. ഉടമസ്ഥൻ പറയുന്ന പൈസ. ചരിത്രമല്ലേ? അല്ല, ഈ വള എങ്ങനെ നിങ്ങളുടെ കെട്ടിയോളുടെ അടുത്തെത്തി? പാരമ്പര്യം. ഇവളുടെ അമ്മൂമ്മയുടെ അമ്മ, അമ്മൂമ്മ, പിന്നെ ഇവൾ, പിന്നെ ഞങ്ങളുടെ വരാൻ പോകുന്ന മോള്. ലേഡി, അമ്മമ്മ, വള, അറബി, ലാ ലാ ലഫീ ഷൈഖലത്ത് മാ തർക്കം. അങ്ങോട്ട് മാച്ചാണില്ലല്ലോ ബ്രദറെ. അതൊക്കെ ഓല് മാച്ച് ആയിക്കോളൂ ഉസ്താദെ. നിങ്ങൾ ഇനി ഓരോന്ന് പറഞ്ഞാൽ മാച്ച് ഇല്ലാണ്ടാക്കണ്ട. നിങ്ങളിത് പിടിക്ക്. നിങ്ങൾ പോയിട്ട് തിരക്കില്ലല്ലേ? എന്നാലും മുസ്തഫ അത് ഓരോ എന്നാലും ഇല്ല ഉസ്താദ്, നടക്കി നിങ്ങൾ. ഉസ്താദ്, ഉസ്താദെ, അത് ഊരാൻ വല്ല വഴിയുണ്ടോ? അന മഫൂം. ആ ഡിസൈനകത്ത് ഇത്രയും കാര്യങ്ങൾ അവർക്ക് ഒളിപ്പിക്കാമെങ്കിൽ അക്കീദ് ഫിയാഷിയ അൽ ഷനഫ് ഫിയ